യേശുമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചുകേണ്ട വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് നമ്മൾ സ്വന്തമാക്കേണ്ട ചില കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ടും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1912 ലോകം കണ്ട ഏറ്റവും വലിയ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. അതുണ്ടാക്കിയവർക്കൊക്കെ ഒരു വലിയ അഭിമാനമൊക്കെ ആയിരുന്നു. അവർ ആദ്യത്തെ ട്രിപ്പിനായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ മേധാവികളെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിന് പോലും ഇതിനെ കടലിൽ മുക്കിക്കളയാൻ പറ്റത്തില്ല. അത്രമാത്രം ഒരു വലിയ അഹങ്കാരത്തോടെയായിരുന്നു, സ്വകാര്യ അഹങ്കാരത്തോടു കൂടെയായിരുന്നു അവരിതെല്ലാം പറഞ്ഞത്. പക്ഷേ അത് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഒരു വലിയ അഹങ്കാരം പലപ്പോഴും മനുഷ്യൻ്റെ ഒരു വലിയ പതനത്തിന് കാരണമാകുന്നുണ്ട്. ഇന്ന് വായിച്ച ഒന്നാമത്തെ വായനയിൽ ടൈർ രാജാവ് സ്വന്തമായിട്ട് പറഞ്ഞു, ഞാൻ ദൈവമാണ്, ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. കാരണം അവന് പണവും സ്വത്തും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ട് ആ ഒരു സ്ഥാനമാണെന്ന് അഹങ്കരിക്കുന്ന ടൈർ രാജാവിൻ്റെ പതനത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിലും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം ഇതാണ്, അതായത് ധനമോഹം. അതായത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ ദുഷ്കരമാണെന്ന് പറയും. അതായത് പണമുണ്ടാക്കുന്നതോ ജീവിക്കാൻ വേണ്ടി നമ്മൾ പണമുണ്ടാക്കുന്നതോ ഒന്നും ഉള്ളൊരു കാര്യമല്ല. മറിച്ച് അതിൽ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ അത് മാത്രമാണ് എല്ലാം എന്നും അതിലാണ് എൻ്റെ സംതൃപ്തി എന്ന് നമ്മൾ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ദൈവരാജ്യം സ്വന്തമാകുന്നതിന് അത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതായത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം മറ്റു വസ്തുക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് പണവും അതുപോലെ സമ്പത്തും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ലോക ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും മേടിക്കണമെങ്കിലും കൊടുക്കണമെങ്കിലും ഒക്കെ നമുക്കിതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിനെതിരാണെന്നുള്ളത് കൃത്യമായിട്ടും പഠിപ്പിക്കുകയാണ്. വീണ്ടും സുവിശേഷത്തിൻ്റെ 2-ാമത്തെ വശത്ത് പൗത്രോസ്ലീഹ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈശോയെ, ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ചു, മാതാവിനെയും പിതാവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുക, നിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുക, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? നമ്മളും സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കാറുള്ള കാര്യമാണ്. അതായത്, ഈശോയെ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഞാനതെല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ നടക്കാനും നിനക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കെന്താണ് കിട്ടുക? ഒരു പ്രതിഫലം എന്താണ് കിട്ടുക? ഈശോ പറഞ്ഞു, നിനക്ക് 100 ഇരട്ടി ലഭിക്കും. അതുപോലെ തന്നെ ഉറപ്പായിട്ടും കിട്ടുന്നൊരു കാര്യമുണ്ട്, നിത്യജീവൻ. അതെല്ലാവർക്കും, ദൈവത്തെ അനുഗമിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏക പ്രതിഫലം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് പലപ്പോഴും ഒത്തിരിയേറെ ആളുകൾ ചോദിക്കാറുണ്ട്, അയ്യോ, ഇങ്ങനെയൊക്കെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും പ്രാർത്ഥിക്കത്തുമില്ല, പള്ളിയിലും പോകത്തില്ല, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു കുഴപ്പവുമില്ല, ഇത്രയും പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ പറയും. അവിടെയൊക്കെ കർത്താവ് വചനത്തിലൂടെ തരുന്നൊരു വലിയ മറുപടി ഇതാണ്, അതായത് നിൻ്റെ ജീവിതത്തിൽ നീ എന്നെ അനുഗമിച്ചാൽ, എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ പേരാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക ജീവിതത്തിലെ പണത്തിനോ അല്ലെങ്കിൽ അധികാരത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒന്നുമല്ല സ്ഥാനം, മറിച്ച് ദൈവത്തിന് സ്ഥാനം കൊടുക്കും. കാരണം വേറെ ആർക്കും നൽകാൻ പറ്റാത്തതാണ് ദൈവം തരുന്നത്. പണത്തിന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമായിരിക്കും, വ്യക്തികൾക്ക് അല്ലെങ്കിൽ അധികാരത്തിന് കുറച്ച് നേരം മറ്റുള്ളവരെ ഭരിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ നിത്യജീവൻ നൽകാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. ഇത്രയും വലിയ സൗഭാഗ്യം തരുന്ന ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കാനും ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മാറ്റം ഉണ്ടാകും. അവിടെ അഹങ്കാരത്തിനോ അല്ലെങ്കിൽ അസൂയക്കോ ഒന്നുമല്ല, മറിച്ച് ഏറ്റവും എളിമയോടെ ദൈവത്തിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും.